ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഇതിപ്പോൾ സ്കൂൾ തുറന്ന് സ്കൂൾ അടയ്ക്കാറായപ്പോഴാണ് സ്കൂളിൽ പുസ്തകവും ബുക്കും മേടിക്കാൻ വന്ന വീഡിയോ ഇടുന്നത് നിങ്ങൾ വിചാരിക്കരുത്. കാരണം ഈ വീഡിയോ ഒക്കെ എടുത്തു വെച്ച ശേഷം എൻ്റെ ലൈഫിൽ ഞാൻ ഒരു പ്രാവശ്യം പോലും ഫേസ് ചെയ്യാത്ത കുറേ ട്രാജഡീസ് ഞാൻ ഫേസ് ചെയ്തു. ആ ട്രാജഡീസ് ഫേസ് ചെയ്ത സമയത്ത് അതിൻ്റെ കുറേ സ്റ്റേജസൊക്കെ എനിക്ക് ആ സമയത്തെ ടെൻഷനും സങ്കടവും ഒഴിവാക്കാൻ വേണ്ടി വീഡിയോ ക്യാപ്ചർ ചെയ്ത് വെക്കിങ്ങനെ വീഡിയോ എടുത്തും വീഡിയോ ക്യാപ്ചർ ചെയ്ത് ചെയ്യുമ്പോൾ കുറേ എൻ്റെ ടെൻഷനും സങ്കടമൊക്കെ എനിക്ക് കുറച്ച് റെഡ്യൂസ് ചെയ്യാൻ സാധിച്ചു. അങ്ങനെ പക്ഷേ വീഡിയോ എടുത്ത് വെച്ചെങ്കിലും അത് എഡിറ്റ് ചെയ്യാനുള്ളൊരു മാനസികാവസ്ഥ എനിക്ക് വന്നിരുന്നു വേണമെങ്കിൽ പറയാം കേട്ടോ. ഞാൻ കാറ് പാർക്ക് ചെയ്തേക്കുന്ന കണ്ടോ. ഞാൻ സ്കൂളിൽ യൂണിഫോമും ബുക്കും പുസ്തകമൊക്കെ മേടിക്കാൻ പോകുന്നു. ഞങ്ങളുടെ സ്കൂളിൽ പുതിയ ഇൻഡോർ സ്റ്റേഡിയത്തിന് പണിയൊക്കെ നടക്കുക. അപ്പോൾ ആ സമയത്ത് ഞാൻ ബുക്കും പുസ്തകമൊക്കെ മേടിച്ചിട്ട് നമ്മുടെ ടൈലർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു നമുക്ക് യൂണിഫോമിന് അളവെടുക്കാൻ വേണ്ടി കേട്ടോ. അപ്പോൾ ചങ്കുറും സത്തും ഒരു 1.5 മാസത്തിന് സ്കൂളിലൊക്കെ പോയ സന്തോഷം കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി നടന്ന എല്ലാ കാര്യങ്ങളും കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ സത്തിന് ദാഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ വെള്ളം വണ്ടിയിലായിരുന്നു കേട്ടോ. വണ്ടിയിൽ നിന്ന് വെള്ളം എടുത്ത് കൊടുക്കാൻ വേണ്ടിയൊക്കെ പോകുമായിരുന്നു. ഞാനിവിടെ ടൈലറിനെ വെയിറ്റ് ചെയ്തിരുന്നതെന്ന് വെച്ചാൽ ഇവിടെ ടൈലർ വരുന്നുണ്ടല്ലോ. അപ്പോൾ ഇവിടെ നിന്ന് അളവ് കൊടുത്തിട്ട് പോയാൽ പിന്നെ ടൈലറിൻ്റെ അവിടെ വീണ്ടും കടയിൽ പോയി അവിടെ പോയി ആ സമയത്തൊക്കെ എനിക്ക് വണ്ടി അത്ര ഇപ്പോഴും നല്ലപോലെ ആയി എന്നല്ല, എന്നാലും അന്നത്തേക്കാൾ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുണ്ട്. അപ്പോൾ ഈ പാർക്ക് ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇതാകുമ്പോൾ എനിക്ക് സൗകര്യമായിട്ട് ഇവിടെ നിന്നെല്ലാം എടുത്ത് അളവൊക്കെ എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ടൈലർ വന്നു. അപ്പോൾ യൂണിഫോമൊക്കെ ഞാൻ എടുത്ത് അളവെടുക്കാൻ വേണ്ടി കൊടുത്തു. നമുക്ക് എല്ലാ വർഷവും 2 പേർക്ക് 3 യൂണിഫോമാണ് കേട്ടോ. പക്ഷേ ഓഫീസിൽ ചോദിക്കും ഇത് 3 ജോഡി വേണോ എന്ന് ചോദിക്കും. പക്ഷേ 3 ജോഡി നമുക്ക് വേണം. കാരണം മോൻ്റേത് ചെറുതാവും, മോടേത് ചെറുതായില്ലെങ്കിലും അവൾ പേനായും പെൻസിലും വൈറ്റ്നറും ഒക്കെ ഇട്ട് പടം വരച്ച് പഠിക്കുന്നത് നമ്മുടെ യൂണിഫോമിലാണ് കേട്ടോ. അപ്പോൾ യൂണിഫോം അടുത്ത വർഷത്തിൽ ഉപയോഗിക്കാൻ കൊള്ളാത്ത പരുവത്തിലാവും. അപ്പോൾ ചങ്ക്രൂവിൻ്റെ അളവെടുക്കട്ടെ. അപ്പം ചങ്ക്രൂവിന് എപ്പോഴും ടൈ ഇടുമ്പോൾ നെക്കിനിടെ ടൈറ്റാന്നൊക്കെ പറയും. അപ്പോൾ ഞാനതൊക്കെ ആ ചേച്ചിയോട് പറഞ്ഞ് അളവൊക്കെ കറക്റ്റാക്കി. അപ്പോൾ എല്ലാം ബുക്കും പുസ്തകം നേരത്തെ കൊണ്ട് വണ്ടി വെച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ യൂണിഫോമിന് അളവൊക്കെ കൊടുത്തിട്ട് എനിക്കിതിന് ശേഷം ജോലിക്ക് പോവുകയും വേണം. അപ്പോൾ ഞാനും സത്തും ചങ്ക്രൂവും വന്ന് വണ്ടിയിൽ കയറി കേട്ടോ. അപ്പോൾ ഇനിയിപ്പം ലക്ഷ്യം എന്ന് വെച്ചാൽ നമുക്ക് അത്താടെ ഒരു കസിൻ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ചടങ്ങുണ്ടായിരുന്നു. അപ്പോൾ അമ്മ അവിടെ വന്നേക്കും. അപ്പോൾ സത്തിനെയും ചങ്കുറിനെയും കൂടെ ജോലിക്ക് പോകുന്നത് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെ പോയി ജോലി ചെയ്യാൻ സമ്മതിക്കത്തില്ല. വീട്ടിലെ പോലെ ഇവർ രണ്ടുപേരും മാനേജ് ചെയ്യാനുള്ള സമയമേ കാണത്തുള്ളൂ. അപ്പോൾ അമ്മ ആ ചടങ്ങിന് വന്നിടത്ത് പോയി സത്തിനെ അവിടെ അമ്മയുടെ കൂടെ ആക്കിയിട്ട് ഞാനും ചങ്കുറും കൂടെ ജോലി സ്ഥലത്ത് പോകാം. ചങ്കുറ് കുറച്ചുകൂടെ ഞാൻ പറയുന്നത് കുറച്ച് ശാന്തനായത് അനുസരിക്കുകയൊക്കെ ചെയ്യും. സത്തിനെല്ലാം കണ്ടു കഴിഞ്ഞാൽ സത്ത് അവിടുത്തെ വലിയ ജോലിക്കാരി പോയി സത്തിനെല്ലാം ചെയ്യണം. സത്തിനെല്ലാം കയറി ചെയ്യണം. കണ്ടുകൊണ്ടിരിക്കുന്ന പരിപാടിയൊന്നും സത്തിനില്ല. ഒരു സത്ത് അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ കൂടുതലുള്ളവർക്ക് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞില്ലെങ്കിൽ നമുക്കതൊരു കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ടോടെ ഫീൽ ചെയ്യുമല്ലോ. അപ്പോൾ ഞാൻ സത്തിനെ കൊണ്ട് അമ്മഅടുത്ത് വിടാൻ വേണ്ടി പോകട്ടെ. അപ്പോൾ നമ്മൾ 12 ടൗണിലെത്തി സെൻറ്റ് പീറ്റേഴ്സ് ജംഗ്ഷനിൽ കൂടെ പോകും. അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ ടൗണിൽ കൂടെ ഇങ്ങനെ അപൂർവമായിട്ടൊക്കെ പോകാറുള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ അതിൻ്റെ എക്സ്പീരിയൻസൊക്കെ ചങ്കുറുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ചങ്കുറു സത്തിനെ കാണിക്കുന്നുണ്ട്. സത്തൊക്കെ ഇങ്ങനെ ഭയങ്കര സന്തോഷത്തോടെ ഇരിക്കും കേട്ടോ. അപ്പോൾ ചങ്കുറുവും സത്തും അവരിങ്ങനെ സ്കൂളിലൊക്കെ എൻ്റെ കൂടെ കാറിൽ വരണം പോകണം എന്നൊക്കെയുള്ള അവരുടെ വലിയ വലിയ ആഗ്രഹങ്ങളായിരുന്നു. അപ്പോൾ അതിന് സാധിച്ചൊരു സന്തോഷത്തിൽ ഇങ്ങനെ ഇരിക്കും കേട്ടോ. അപ്പോൾ അമ്മ ഇവിടെ ഈ നമ്മുടെ ബസ്സിൻ്റെ തൊട്ടടുത്ത് തന്നെ ആ വീട്, അതിൻ്റെ ഫ്രണ്ടിൽ അമ്മ നിൽക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സത്തിനെ ഇവിടെ ഇറക്കി അമ്മഅടുത്ത് വിടാൻ വേണ്ടി അപ്പോൾ അമ്മ അവിടെ നിൽപ്പുണ്ടായിരുന്നു. അമ്മ നമ്മളെ വിളിച്ച് നോക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നു എത്താറായോ. അപ്പോഴേക്കും നമ്മൾ കറക്റ്റായിട്ട് അവിടെ എത്തി. സത്തിനെ അമ്മയെ ഏൽപ്പിച്ചിട്ട് ഞാനും ചങ്കുറൂടെ ബുക്കും പുസ്തകമൊക്കെ വണ്ടിയിൽ തന്നെ ഇരുന്നു. സത്ത് പറയുന്നുണ്ടായിരുന്നു ചങ്കുറു എടുക്കല്ലേ നോക്കല്ലേ എന്നൊക്കെ. ചങ്കുറുവിനെ ഞാൻ തന്നെ അവിടെ ചിരിപ്പിക്കത്തില്ല, വീട്ടിൽ വന്നിട്ടല്ലേ പുറത്തെടുക്കത്തില്ല. അപ്പോൾ പറഞ്ഞിട്ടേ വന്ന് നമ്മൾ സത്തിനെ വിട്ട് നമ്മൾ കോന്നിക്ക് പോകാം കേട്ടോ. ഞാനും ചങ്കുറും കൂടെ പോവാം. സത്തിനെ അവിടെ വെച്ച് നമ്മൾ വെള്ളം കൊടുത്തപ്പോൾ ഞങ്ങൾക്ക് അങ്ങോട്ട് നല്ലപോലെ ദാഹിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ വന്ന വഴിക്ക് ഒരു നേരത്ത് നാരങ്ങ കുടിക്കാൻ നിർത്തിയപ്പോൾ അവിടെ നാരങ്ങകൾ ഇല്ലെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ നിർത്തിയില്ല. നമുക്ക് സൗകര്യമൊക്കെ നോക്കിയാൽ നമുക്ക് നിർത്താൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ വന്ന് ചങ്കുറും എൻ്റെ കൂടെ ഞാൻ ചെയ്യുന്നതൊക്കെ നോക്കി ലാപ്പിൽ നോക്കിയൊക്കെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചെയ്ത് ഒരു സർക്യൂട്ട് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ ചങ്കുറും അതിനെപ്പറ്റിയുള്ള സംശയങ്ങളും കാര്യങ്ങളൊക്കെ ചോദിക്കും. അങ്ങനെ വൈകുന്നേരം വരെ ഞങ്ങൾ ലഞ്ചൊക്കെ കഴിച്ചോട്ട് ജോലിയൊക്കെ ചെയ്തിരുന്നിട്ട് ഞങ്ങൾ വീട്ടിൽ വരും. അപ്പോൾ സത്തയിടയ്ക്കിടന്ന് വിളിച്ചായിരുന്നു കുട്ടി ഞാൻ അമ്മയോട് ഇരിക്കുക, ഞാൻ അമ്മായും ചേച്ചായും സിനിമയും കൂടെ എവിടെയൊക്കെ കൊന്നനെ പോയതല്ലേ, പോയപ്പോൾ ഏതൊക്കെ വയ്യാത്ത കുറേ ആൾക്കാരെ കാണാൻ പോയി, അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി എന്നൊക്കെ സത്ത് പറയുന്നുണ്ട്. അതൊക്കെ പക്ഷേ സത്ത് വന്ന് വീട്ടിൽ ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നതാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നപ്പോൾ റോഡിൽ മനോജച്ഛനും അപ്പം കൂടെ അങ്ങോട്ട് പോകാൻ നിൽക്കുമായിരുന്നു. അപ്പോൾ സത്ത് ഞങ്ങളെ നോക്കി വീട്ടിൽ ഇരിക്കുമായിരുന്നു. അങ്ങനെ ബുക്കും പുസ്തകമൊക്കെ മേടിച്ച് ഞങ്ങൾ വീട്ടിൽ വന്നു. വണ്ടി പാകൊക്കെ ചേട്ടികളകത്ത് കയറി കേട്ടോ. അകത്ത് കയറിയിട്ട് അന്നേരം ഞാൻ ബുക്കും പുസ്തകം എടുത്തില്ല. കാരണം രാവിലെ തൊട്ടിങ്ങനെ പോയിട്ടൊക്കെ വന്ന് ഭയങ്കര ക്ഷീണമാണ്. പോയി ഡ്രസ്സൊക്കെ മാറിയിട്ട് സന്ധ്യയൊക്കെ കഴിഞ്ഞാണ് ഞാൻ ബുക്കും പുസ്തകമൊക്കെ എടുക്കാൻ വേണ്ടി വന്നത്. അപ്പോൾ ഞങ്ങൾ ബുക്കും പുസ്തകം എടുക്കാൻ വേണ്ടി വന്നതാട്ടോ. അപ്പോൾ ഞാനും ചങ്കുറൂടെ ബുക്കും പുസ്തകം എടുക്കുന്നുണ്ട്. സത്ത് അവിടെ മേടിച്ച് കാണാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിപ്പുണ്ട്.
അപ്പോൾ യൂണിഫോമിനും അളവോട് ബുക്കും പുസ്തകവും മേടിച്ചു. അപ്പോൾ നേരത്തെ എല്ലാവരും നേരത്തെ മേടിച്ച് തുടങ്ങിയാണ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് ലേറ്റായി മേടിക്കാമെന്ന് പറയുമ്പോൾ യൂണിഫോമൊക്കെ തയ്ക്കാൻ കൊടുക്കണ്ടേ. നേരത്തെ മേടിച്ച് വെച്ചാലും ഇവിടുത്തെ പ്രശ്നം തന്നെ ഇവർ കണ്ട് ആ പുസ്തകം സ്കൂളിൽ പോകുന്നതിന് മുമ്പ് ഒരു പരുവമാക്കും. ഇപ്പോൾ പുസ്തകമൊക്കെ പഠിച്ച് 6 മാസമായി, ഹാഫ് ഇയർലി എക്സാമും ആയ സമയത്താട്ടോ ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ പുസ്തകവും ബുക്കും കണ്ട എക്സൈറ്റ്മെൻറ്റിൽ രണ്ടുപേരും പറഞ്ഞു ഞങ്ങൾ ഓരോ പ്രാവശ്യം എല്ലാം നോക്കിയിട്ട് എടുത്ത് വെക്കാം അമ്മുക്കുട്ടി, പിന്നെ പൊതിയുമ്പോൾ കാണിച്ചാൽ മതിയെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു പൊതിയുമ്പോൾ കാണിക്കാം, ഇനിയിപ്പോൾ കാണണം. അപ്പം ഇല്ല അമ്മുക്കുട്ടി ഒന്ന് കണ്ടോട്ടെ, അമ്മുക്കുട്ടി ഒന്ന് രണ്ടുപേരും ബുക്കും പുസ്തകം എടുത്ത് കാണട്ടോ. പുതിയ പുസ്തകം നല്ല സന്തോഷത്തോടെ രണ്ടുപേരും ആ എക്സൈറ്റ്മെൻറ്റിൽ കാണുക. പുതിയ പുസ്തകത്തിൻ്റെ മണവും നമ്മൾ സ്കൂളിൽ നിന്ന് മേടിച്ചു വരുമ്പോൾ കാണുകയും ചെയ്യുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമുണ്ട്. നമുക്കാണെങ്കിലും അങ്ങനെ തന്നെ അല്ലേ, നമ്മുടെ കുട്ടിക്കാലം ഓർത്ത് നോക്കും, നമ്മളൊന്ന് ഓർത്ത് നോക്കിയാൽ നമ്മൾ എന്തോ ഒരു എക്സൈറ്റ്മെൻറ്റ് ആയിരിക്കുന്നത്. ഇനി ഇത് എന്ന് പൊതിയും എന്നുള്ള ടെൻഷനായി ഇവർ രണ്ടുപേരും ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ സ്കൂൾ തുറക്കുന്നതിൻ്റെ 2 ദിവസം മുമ്പോ അല്ലെ തുറന്നിട്ട് അന്ന് വൈകിട്ട് ഞാൻ പൊതിയത്തുള്ളൂ. ഇപ്പോൾ ജസ്റ്റ് രണ്ടുപേരും കണ്ടിട്ട് ഹാപ്പിയായിട്ട് ഇരുന്നാൽ മതി എന്നൊക്കെ ഞാനിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഡയറിയിൽ ഹോളിഡേയ്സ് ഏതൊക്കെയാണ് നോക്കുന്നുണ്ട്, ഹോളിഡേയ്സ് ഏതാ, സ്കൂളിലെ പുതിയ എന്തൊക്കെ കാര്യങ്ങൾ ഡയറി വന്നിട്ടുണ്ട് നമുക്ക് സത്ത് ചങ്കുറിനെ കാണിക്കുന്നുണ്ട്. ആ നോക്കി ചങ്കുവും നോക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.